ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാവുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 13 വാക്യത്തിൽ ചിലർ കൊച്ചു കുട്ടികളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന്, എന്നാൽ ശിഷ്യന്മാർ അവരെ ശാസിച്ച് അകറ്റിയപ്പോൾ യേശു അവരെ തടയരുത് എന്നും വരാൻ അനുവദിക്കണമെന്നും സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ കൈവച്ച ശേഷം അവിടെ നിന്ന് യാത്രയായി എന്ന് നാം വായിക്കുന്നു. വിവാഹമോചനത്തിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ചു കഴിഞ്ഞു. അനന്തരം വിവാഹത്തെക്കുറിച്ച് ശിഷ്യന്മാർ അഭിപ്രായപ്പെട്ടു. പിന്നെ ഷണ്ടന്മാരെ കുറിച്ചുള്ള യേശുവിന്റെ പഠിപ്പിക്കലിന് ശേഷം കർത്താവ് കൈവച്ച് അനുഗ്രഹം ചൊരിയേണ്ടതിന് ചിലർ കുട്ടികളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നും ശിശുക്കളെ കൊണ്ടുവന്നവരെ ശിഷ്യന്മാർ ശാസിച്ചു എന്ന് നാം വായിക്കുന്നു. ശിഷ്യന്മാർ ഇങ്ങനെ ചെയ്യാൻ കാരണം കുഞ്ഞുങ്ങളുമായി വരുന്നവർ യേശു കർത്താവിന്റെ വേലയ്ക്ക് ഒരു തടസ്സമോ അസൗകര്യമോ ആകുമെന്ന് ശിഷ്യന്മാർ വിചാരിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദ്രഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന് സങ്കീർത്തനങ്ങൾ 127 വാക്യത്തിൽ നാം വായിക്കുന്നു. 14 വാക്യത്തിൽ യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവേൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 14 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ശിഷ്യന്മാർ ചെയ്യുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് മുഷിഞ്ഞു എന്ന് നാം വായിക്കുന്നു. യേശു കർത്താവ് ഇടപെട്ട് കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കണമെന്ന് നിർബന്ധിക്കുന്നതും സ്വർഗരാജ്യം ശിശുക്കളെ പോലുള്ളവരുടേതായതിനാൽ അവരെ തടയരുതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് ശിശുക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇത് മുൻ അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉപദേശത്തിന്റെ പ്രതിധ്വനിയാണ്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 3-4 വാക്യങ്ങളിൽ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്ന് പറഞ്ഞതിന് സമാനമായി ശിശുക്കളെ പോലെ നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെയും സൗമ്യതയുടെയും എളിമയുടെയും ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ശിശുക്കളെ പോലെ എന്നതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പകയും ദ്രോഹവും ഇല്ലാത്തവരും സൗമ്യരും എളിമയുള്ളവരും ആയിരിക്കും സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. 15 വാക്യത്തിൽ അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി എന്ന് വായിക്കുന്നതിൽ നിന്ന് യേശുക്രിസ്തു ആ കുഞ്ഞുങ്ങളെ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു എന്ന് മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 16 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാം. അതിനുശേഷം യേശു കർത്താവ് ശിഷ്യന്മാരോടൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ട് ജെറുസലേമിലേക്ക് പോയി എന്ന് വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വളരെയധികം സമ്പത്തുണ്ടായിരുന്ന ഒരു യുവാവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതും യേശു കർത്താവ് അവനോട് സ്വത്തുവകകൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനും എന്നെ അനുഗമിക്കുവാനും അവനോട് പറയുന്നു എന്ന് കാണുന്നു. എന്നാൽ ആ മനുഷ്യൻ തന്റെ വലിയ ഭൗമിക സമ്പത്തിനെ ദൈവത്തെക്കാൾ സ്നേഹിച്ചതിനാൽ ദുഃഖിതനായി പോകുന്നു എന്ന് നാം വായിക്കുന്നു. 16 വാക്യത്തിൽ അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു എന്ന് നാം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും ചേർത്ത് വായിച്ചാൽ ഈ വ്യക്തി അത്യന്തം ധനികനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നും ഒരു പ്രമാണി അഥവാ ഭരണാധികാരി ആയിരുന്നു എന്നും മനസ്സിലാക്കാം. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 17 വാക്യത്തിൽ ഈ യുവാവ് ചോദ്യം ചോദിക്കും മുൻപ് യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന ആ യുവാവിന്റെ ചോദ്യത്തിലൂടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നിത്യജീവൻ അവകാശമാക്കുവാൻ ആവും എന്ന യഹൂദ വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാം. 17 വാക്യത്തിൽ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് കർത്താവ് പറയുന്നു. ധനികനും ചെറുപ്പക്കാരനുമായ ആ ഭരണാധികാരിയോടുള്ള തന്റെ മറുപടികൾക്ക് ആമുഖമായി കർത്താവ് ഇങ്ങനെ ഒരു മറുചോദ്യം ചോദിക്കുവാൻ കാരണം നല്ല ഗുരുവേ എന്ന് അഭിസംബോധന ചെയ്തത് കൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 18 വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 19 വാക്യവും ചേർത്ത് വായിച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ ആരും നല്ലവനില്ല എന്ന പ്രസ്താവനയിലൂടെ കർത്താവ് നല്ലവൻ ആണെന്നതോ നല്ല ഗുരു ആണെന്നതോ താൻ ദൈവം ആണെന്നതോ സ്വയം നിഷേധിച്ചത് കൊണ്ടല്ല, മറിച്ച് ഈ ചെറുപ്പക്കാരൻ യേശുവിനെ
ദൈവം ആണെന്ന് മനസ്സിലാക്കാതെ ഒരു വെറും മനുഷ്യനായി മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. അങ്ങനെ ആ നിലയിൽ ഗുരുക്കന്മാരായി അദ്ദേഹത്തിന് തോന്നിയ മനുഷ്യരെയെല്ലാം നല്ലവൻ എന്ന പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രസ്താവിച്ചത്. സങ്കീർത്തനങ്ങൾ 23:1 ദൈവം എൻ്റെ ഇടയനാകുന്നു എന്ന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിലും ആണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:11 14 ഞാൻ നല്ല ഇടയനാകുന്നു അഥവാ നല്ലവനായ ഇടയനാകുന്നു എന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തു ഒരു നല്ല ഗുരു അഥവാ നല്ല അധ്യാപകനായിരുന്നു. എന്നാൽ ഒരു നല്ല ധാർമ്മിക അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മനുഷ്യാവതാരം ആണ് എന്നുള്ള നിലയിൽ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. തന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് കർത്താവ് ഈ മനുഷ്യനെ വിലക്കുകയായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും നല്ലവൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന അയാളുടെ ചിന്താഗതി തിരുത്തിക്കൊണ്ട് ദൈവത്തെ മാത്രമേ നല്ലവൻ എന്ന് വിളിക്കാവൂ എന്ന തത്വത്തിൽ യേശുവിനെ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ബോധ്യത്തിൽ നല്ലവൻ എന്ന് വിളിക്കണം എന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നല്ലത് അഥവാ നന്മ എന്നതിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നാം ബോധവാന്മാരായിരിക്കുകയും അംഗീകരിക്കാൻ തയ്യാറാകുകയും വേണം എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു ദൈവവും എല്ലാ നന്മയുടെയും ഉറവിടവുമാണ് എന്നും മറ്റൊരു മനുഷ്യരെയും നല്ലവൻ എന്ന് പറയുവാൻ കഴിയില്ല എന്നും കർത്താവ് ഈ വ്യക്തിയെ പഠിപ്പിക്കുകയായിരുന്നു എന്നും മനസ്സിലാക്കാം. ചുരുക്കത്തിൽ യേശു കർത്താവ് സ്വന്തം ദൈവത്വത്തെ നിഷേധിക്കുകയായിരുന്നില്ല, മറിച്ച് കർത്താവ് ആ മനുഷ്യനെ നന്മ എന്നതിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ചിന്തിപ്പാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നും ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ എന്നതിനാൽ സാധാരണയായി മനുഷ്യരെയെല്ലാം അലക്ഷ്യമായി നല്ലവനെന്ന് വിളിച്ച് ബഹുമാനിക്കുന്നത് തെറ്റാണ് എന്നും കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഒറ്റ നോട്ടത്തിൽ നിത്യജീവൻ പ്രാപിപ്പാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ എല്ലാ ആളുകളും കൽപ്പനകൾ അനുസരിക്കണമെന്നാണ് യേശു കർത്താവ് പറയുന്നതെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുക്രിസ്തു നൽകിയ സുവിശേഷത്തിന്റെ രക്ഷാ സന്ദേശത്തിന്റെ സാരാംശം തന്നെ സകല മനുഷ്യരും കൃപയാൽ വിശ്വാസത്താൽ മാത്രം രക്ഷിക്കപ്പെടുന്നു, യാതൊരു പ്രവൃത്തിയും രക്ഷയ്ക്ക് കാരണമല്ല എന്നുമാണ്. എഫേസ്യർ ലേഖനം 2:8-9 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നു. ആ മനുഷ്യൻ വ്യക്തമായും ഒരു മതവിശ്വാസിയും യഹൂദ മതത്തിന്റെ വിശ്വസ്ത അനുയായിയുമായിരുന്നു. ആ കാലഘട്ടത്തിലെയും ഇന്നത്തെയും യഹൂദന്മാർ വിശ്വസിക്കുന്നത് പോലെ സ്വന്തം സൽപ്രവർത്തികളാണ് ഒരുവൻ സ്വർഗത്തിൽ പോകുന്നതിന് അഥവാ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ആധാരം എന്ന് യഹൂദ മതവിശ്വാസി എന്ന നിലയിൽ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു. ലേവ്യ പുസ്തകം 18:5 ആകയാൽ എൻ്റെ ചട്ടങ്ങളെയും ന്യായങ്ങളെയും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു എന്നും ആവർത്തന പുസ്തകം 6:25 നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും എന്നും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീതിക്കായും നിത്യജീവനായും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആശ്രയിക്കുക എന്നുവെച്ചാൽ സകല കൽപ്പനകളും ഒന്നുപോലും ലംഘിക്കാതെ ജീവിക്കുക അഥവാ ജീവിതകാലം മുഴുവൻ യാതൊരു പാപവും ചെയ്യാതെ ജീവിക്കുക എന്നത് അസാധ്യമായ വ്യവസ്ഥയായിരുന്നു എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. റോമാലേഖനം 8:3-4 വാക്യങ്ങളിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്നും ഗലാത്യർ ലേഖനം 3:10-12 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിത്യജീവനിലേക്ക് കടപ്പാൻ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ പഴയ നിയമം അനുസരിച്ച് ഏറ്റവും ചെറിയ പരാജയം സംഭവിച്ചാൽ പോലും ശാപവും നിത്യശിക്ഷയും
ഉണ്ടാവും എന്നും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ നിത്യജീവനിൽ പ്രവേശിക്കുകയോ രക്ഷ നേടുകയോ ചെയ്യുന്നത് അസാധ്യമെന്നും കാണിക്കുന്നതിനാണ് കർത്താവ് ഇവിടെ കൽപ്പനകൾ എല്ലാം പാലിക്കണം എന്ന് ആ യഹൂദ യുവാവിനോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജീവനിൽ പ്രവേശിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യരുത് എന്നും സകല കൽപ്പനകളും പാലിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് ന്യായപ്രമാണത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഏതൊക്കെ കൽപ്പനകൾ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് മറുപടി പറഞ്ഞു എന്ന് കാണുന്നു. കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 20 അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 19 അധ്യായം 3 വാക്യം, ആവർത്തന പുസ്തകം 5 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എന്നീ വേദഭാഗങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള 10 കൽപ്പനകൾ എന്നറിയപ്പെടുന്ന ധാർമ്മിക പ്രമാണങ്ങളിൽ ചിലതാണ്. 19 വാക്യത്തിൽ ന്യായപ്രമാണത്തിലെ 6 കൽപ്പനകൾ യേശു കർത്താവ് പ്രസ്താവിച്ചപ്പോൾ ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്, ഇവയെല്ലാം ഞാൻ കുട്ടിക്കാലം മുതലേ പാലിച്ചു പോരുന്നു എന്നാണ്. അതായത് നീതി പിന്തുടരുന്നതിൽ ആ യുവാവ് വ്യക്തമായും യഹൂദ മതഭക്തനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കാര്യത്തിൽ അതൊക്കെയും പാലിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നിൽപ്പാൻ യോഗ്യനും അങ്ങനെ താൻ കുറ്റമറ്റവനുമാണ് എന്ന് അയാൾ കരുതിയിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാലും തനിക്കിപ്പോഴും എന്തെങ്കിലും കുറവുണ്ടോ ആ മനുഷ്യൻ ചോദിക്കുന്നതായി 20 വാക്യത്തിൽ നാം കാണുന്നു. 21 വാക്യത്തിൽ യേശു ആ മനുഷ്യനോട് പറയുന്നത്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിന്റെ സ്വത്ത് വകകൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ്. യേശു കർത്താവ് അവനോട് ആവശ്യപ്പെട്ടത് വെറും പഴയ നിയമ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധി അല്ല, ദൈവത്തോടും മനുഷ്യരോടും സ്നേഹത്തിലും ത്യാഗത്തിലും നിറഞ്ഞ പരിപൂർണതയായിരുന്നു എന്ന് മനസ്സിലാക്കാം. നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സമ്പത്ത് ദരിദ്രർക്ക് നൽകുവാൻ പറയുന്നതിലൂടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെയും ഒരു പരീക്ഷണമായിരുന്നു കർത്താവ് അവനോട് ചെയ്തത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ യേശുവിനെ പിന്തുടരാനായി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ആ വ്യക്തിക്ക് തൻ്റെ ധനം കൂടുതൽ വിലമതിച്ചതായിരുന്നു എന്നും അതുകൊണ്ട് അവൻ ദുഃഖത്തോടെ കർത്താവിനെ വിട്ടുപോയി എന്നും നാം കാണുന്നു. തൻ്റെ ധനം ദരിദ്രർക്കായി ഉപേക്ഷിക്കുവാനുള്ള യേശുവിൻ്റെ ഈ പ്രസ്താവന എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഒരു കൽപ്പനയല്ല, മറിച്ച് ഈ പ്രത്യേക വ്യക്തിക്ക് ഉള്ള ഒരു പരീക്ഷണമായിരുന്നു. അത് അവൻ്റെ ആത്മാർത്ഥതയില്ലായ്മയെയും ന്യായപ്രമാണത്തിന്റെ പ്രധാന കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കണം എന്ന കൽപ്പന അവൻ പാലിക്കുന്നില്ല എന്നും ദൈവത്തെക്കാൾ ധനത്തെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് കർത്താവിന്റെ ഈ കൽപ്പന പാലിപ്പാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നും കുട്ടിക്കാലം മുതലേ ഇതൊക്കെയും പാലിച്ചു പോന്ന് എന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് അയാൾ അവകാശപ്പെട്ട കാര്യം പൊള്ളയായിരുന്നുവെന്നും കർത്താവ് ഇവിടെ തുറന്നു കാട്ടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മ പ്രവൃത്തികൾ ഒന്നും ഒരിക്കലും രക്ഷയ്ക്ക് ആധാരമല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയും. അല്ലാതുള്ള എല്ലാ വഴികളും അവനെ നിത്യനാശത്തിലേക്ക് എത്തിക്കും. അതിനാൽ കർത്താവായ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.